നമ്മുടെ ഈ ലോകത്ത് ഇന്ന് നടക്കുന്ന സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ വിശുദ്ധ വേദപുസ്തകം എന്താണ് അതിനോടുള്ള ബന്ധത്തിൽ പറയുന്നത് എന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതൊരു ബൃഹത്തായ വിഷയമാണ്. ധാരാളം വാക്യങ്ങളും അതിൻ്റെ പശ്ചാത്തലങ്ങളും ഒക്കെ അറിഞ്ഞ് വിശദീകരിച്ച് അത് നിങ്ങൾക്ക് നൽകേണ്ടതാണ്. എൻ്റെ മുന്നിലുള്ള കേവലം ഒരു 15-20 മിനിറ്റ് സമയം കൊണ്ട് അത് സാധ്യമല്ല. എന്നാൽ അതുകൊണ്ട് ഇന്ന് അതിൻ്റെ ഒരു തുടക്കം കുറിച്ചുകൊണ്ട് അടുത്ത ആഴ്ചയിലും വരുന്ന ആഴ്ചകളിൽ അത് തീരുന്നവരെയും അതുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ചില ദൈവവചന ഭാഗങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുകയാണ്. ഇഫ് യു വാണ്ട് ടു നോ ദ വേൾഡ് യു മസ്റ്റ് നോ ദ വേർഡ് എന്നൊരു ചൊല്ലുണ്ട്. നിങ്ങൾക്ക് ഈ ലോകത്തെ അറിയണമെങ്കിൽ നിങ്ങൾ വേദപുസ്തകത്തെ അറിയണം. വേൾഡ് ആൻഡ് വേർഡ്, ലോകവും ദൈവവചനവും. നിങ്ങൾക്ക് ഈ ലോകത്തെ ശരിയായി വായിച്ച് മനസ്സിലാക്കാൻ വിശുദ്ധ വേദപുസ്തകം അനിവാര്യമായ ഒന്നാണ്. മനുഷ്യൻ്റെ ഉൽപ്പത്തി, മനുഷ്യൻ എവിടെ നിന്നാണ് ഉത്ഭവിച്ചത്, മനുഷ്യൻ്റെ ആരംഭം എന്താണ്, മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്, മനുഷ്യൻ്റെ മരണശേഷം മനുഷ്യൻ എന്ത് സംഭവിക്കും, ലോകത്തിൻ്റെ ഉത്ഭവം, ലോകത്തിൻ്റെ ഭാവി, ഇതെന്താണെന്നുള്ളത് വളരെ വ്യക്തമായി കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പുസ്തകമാണ് വിശുദ്ധ വേദപുസ്തകം. നാളെ കുറിച്ച് അല്ലെങ്കിൽ നാളത്തെ വാർത്തകൾ, ഞാൻ പലപ്പോഴും അങ്ങനെയാണ് വിശേഷിപ്പിക്കാറുള്ളത്, നാളത്തെ വാർത്തകൾ എന്തായിരിക്കുമെന്ന് വിശുദ്ധ വേദപുസ്തകം ഓൾറെഡി വർഷങ്ങൾക്ക് മുമ്പ് രേഖപ്പെടുത്തിയിരിക്കുന്നു. പറഞ്ഞാൽ നാളുകളിൽ പേപ്പറിൽ, മാധ്യമങ്ങളിൽ വരാൻ പോകുന്ന തലക്കെട്ടുകൾ, വാർത്തകൾ എന്തായിരിക്കുമെന്ന് വളരെ കൃത്യമായി, വളരെ വ്യക്തമായി വേദപുസ്തകം സംസാരിക്കുന്നുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഇത് കേവലം നമ്മുടെ ഒരു മതപരമായ ഒരു ഗ്രന്ഥമായിട്ട് നാം പരിഗണിച്ച് ഇതിങ്ങനെ നമ്മൾ ഒരു മതത്തിൻ്റെ ഗ്രന്ഥം എന്ന നിലയിൽ കൊണ്ടു നടന്ന് ഒരു സങ്കീർത്തനം വായിക്കാനും ഇച്ചിരി നേരം ദാവീദിനെ കുറിച്ചും ഗോലിയാത്തിനെ കുറിച്ചൊക്കെ പറയാനും വേണ്ടിയിട്ടുള്ള ഒരു പുസ്തകം എന്ന മട്ടിൽ നമ്മൾ ഈ പുസ്തകത്തെ സമീപിക്കരുത്. ഇത് ദൈവത്തിൻ്റെ തിരുവെഴുത്തുകളാണ്, ദൈവത്തിൻ്റെ വചനമാണ്, ദൈവവിശ്വാസീയമായ ഗ്രന്ഥമാണ്. ഇതിൽ നമ്മെക്കുറിച്ച്, നമ്മുടെ ഭാവിയെക്കുറിച്ച്, ലോകത്തെക്കുറിച്ച്, ലോകത്തിൻ്റെ ഭാവിയെക്കുറിച്ച്, ലോകരാഷ്ട്രങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായി ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് നിങ്ങളുടെ എല്ലാം ശ്രദ്ധയിൽ കാണുകയും വരികയും ചെയ്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് റഷ്യയും ഉക്രൈനും തമ്മിലുള്ള ഈ യുദ്ധം. ഒരു സുപ്രഭാതത്തിൽ വളരെ പെട്ടെന്ന് റഷ്യ എന്ന് പറയുന്ന ഒരു വലിയ രാജ്യം, ലോകത്തിൽ ഒരു പക്ഷേ ആയുധ ശക്തി കൊണ്ട്, സൈനിക ശക്തി കൊണ്ട് രണ്ടാമത് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു രാജ്യം, ആ രാജ്യം ഒരു സുപ്രഭാതത്തിൽ അവരുടെ അയൽപക്കത്ത് കിടക്കുന്ന ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ മേൽ യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. ആ രാജ്യം പോലും ഇത്ര പെട്ടെന്ന് അതിനൊരു യുദ്ധം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതല്ല. അപ്പോൾ ഞൊടിയിടയിൽ നമ്മൾ ഇതിൽ നിന്നെല്ലാം വായിച്ച് മനസ്സിലാക്കേണ്ട, നാം അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ദൈവമക്കൾ അറിയണം. നൊടിയിടയിൽ, കണ്ണ് ചിമ്മുന്നതിനിടയിൽ, നേരം വെളുക്കുന്നതിൻ്റെ അത്രയും ഗ്യാപ്പിൽ ലോകത്തിൻ്റെ ഗതികൾ മാറി മറിയുകയാണ്. ലോക നേതാക്കന്മാർ, സാമ്പത്തിക വിദഗ്ധന്മാർ, രാഷ്ട്രീയ നിരീക്ഷകന്മാർ പറയുന്നു, ലോകം മറ്റൊരു ക്രമത്തിലേക്ക് നീങ്ങുകയാണ്, മറ്റൊരു വ്യവസ്ഥിതിയിലേക്ക്, മറ്റൊരു സ്ഥിതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് അവർ വിലയിരുത്തുന്നു. ഇതിങ്ങനെ ലോക നേതാക്കന്മാർ, രാഷ്ട്രീയ നിരീക്ഷകന്മാർ, സാമൂഹികമായ കാര്യങ്ങൾ വിലയിരുത്തി സംസാരിക്കുന്ന ശാസ്ത്രജ്ഞന്മാർ, ഇവരെല്ലാം ഇങ്ങനെ ഞെട്ടലോടെയും ഒക്കെ പറയുമ്പോൾ ഈ ലോകം എങ്ങോട്ടാണ് നീങ്ങുന്നത് എന്ന് വേദപുസ്തകം എത്ര മനോഹരമായിട്ടാണ് സംസാരിക്കുന്നത് എന്ന് കാണുമ്പോൾ വിശുദ്ധ വേദപുസ്തകം ചുമലിലേറ്റിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ആനന്ദിക്കുവാൻ, ആഹ്ലാദിക്കുവാൻ, ദൈവസന്നിധിയിൽ ഒത്തിരി സന്തോഷിക്കുവാൻ, നമ്മുടെ വീണ്ടെടുപ്പ് ഏറ്റവും അടുത്തിരിക്കുന്നു
എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ക്രിസ്തുവിനോട് ഏറ്റവും അടുക്കുവാനായി ദൈവവചനത്തെ ഏറ്റവും ആദരിക്കുവാനും സ്നേഹിക്കുവാനുമായിട്ടുള്ള സമയമാണ്. എന്നാൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ പോകുന്ന, ഇതൊന്നും വായിക്കാതെ പോകുന്ന, കാലത്തിന്റെ ചുവരുകൾ വായിക്കാതെ പോകുന്ന ഒരു കാലഘട്ടമായിരിക്കും നമ്മുടെ മുന്നിൽ കാണുവാൻ പോകുന്നത് എന്നുള്ളത് നിങ്ങൾ അറിയണം. ഞാൻ ചില വേദഭാഗങ്ങൾ വായിച്ച് അതിന് തുടക്കമിടുകയാണ്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 3-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. അതിന്റെ തൊട്ടു താഴേക്കുള്ള വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നതാണ്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം നമുക്ക് പ്രാരംഭമായിട്ടൊന്ന് വായിക്കാം. വായിച്ച് ഉറക്കെ. അവൻ ഒലിവും മലയിൽ ഇരിക്കുമ്പോൾ, യേശു ഒലിവും മലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ അവന്റെ അടുക്കൽ തനിച്ചു വന്നു. അത് എപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്നും പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു. യേശു ക്രിസ്തു ഒലിവ് മലയിൽ ഇരിക്കുന്ന സമയത്ത് യെരൂശലേം ദേവാലയത്തെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ആ ദേവാലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർന്നു പോകുന്ന ഒരു കാലമുണ്ടാകും എന്ന് യേശു ദേവാലയത്തെ നോക്കിക്കൊണ്ട് പറഞ്ഞു. കാരണം അങ്ങനെ പറയാൻ കാരണം യേശുവിന്റെ ശിഷ്യന്മാർ യേശുവിന്റെ ശ്രദ്ധയെ ആകർഷിക്കുകയാണ്. മനോഹരമായി യെരൂശലേം ദേവാലയത്തിന്റെ പണികൾ നോക്കിക്കൊണ്ട് യേശുവിന്റെ ശിഷ്യന്മാർ പറഞ്ഞു, നോക്കിയേ എന്ത് മനോഹരമായിരിക്കുന്നു ഈ ദേവാലയം, എത്ര കൗശല പണികൾ കൊണ്ട് ആകൃഷ്ടമായിരിക്കുന്ന ഒരു പണിയാണിത് എന്ന് പറഞ്ഞ് യേശുവിന്റെ ശിഷ്യന്മാർ യേശുവിന്റെ ശ്രദ്ധയെ ആ നിലയിൽ ആകർഷിച്ച് അല്ലെങ്കിൽ സംസാരിച്ചപ്പോൾ യേശു പറയുകയാണ്, നിങ്ങൾ ഈ കാണുന്ന ദേവാലയം ഉണ്ടല്ലോ, ഈ ദേവാലയം അതില് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ അത് തകർന്നു പോകുന്ന കാലം വരുന്നു എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശിഷ്യന്മാർക്ക് വളരെ കൗതുകം തോന്നി. എന്ത്, ഈ ദേവാലയം നശിച്ചു പോകുമെന്നോ, അങ്ങനെ ഒരു കാലം ഉണ്ടാകുമെന്നോ എന്നൊക്കെ അവർക്ക് കൗതുകം തോന്നുകയും പല സമയങ്ങളിൽ യേശു അവരോട് പറഞ്ഞു, മനുഷ്യപുത്രൻ മരിക്കും, അവന് ഉയർത്തെഴുന്നേൽക്കും, മാത്രമല്ല അതിനു മുമ്പേ യേശു പറഞ്ഞു, ഞാൻ പോകും, ഞാൻ പോയതിനു ശേഷം സ്ഥലം ഒരുക്കി ഇതിനു ശേഷം ഞാൻ വരും, നിങ്ങളെ ചേർത്തുകൊള്ളും. അപ്പോൾ ഞാൻ മരിക്കും, യേശു ശിഷ്യന്മാരോട് പറഞ്ഞാണ്, ഞാൻ മരിക്കും, ഞാൻ ഉയർത്തെഴുന്നേൽക്കും, ഞാൻ പോകും, ഞാൻ തിരിച്ചു വരും. അതിൽ യേശു ഞാൻ മരിക്കുമെന്ന് പറഞ്ഞത് സത്യമായി, യേശു ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞത് സത്യമായി. യേശു പറഞ്ഞു ഞാൻ പോകും, യേശു സ്വർഗാരോഹണം ചെയ്തു എന്നുള്ളതും സത്യമായി. യേശു പറഞ്ഞു ഞാൻ തിരികെ വരും, സ്ഥലമൊരുക്കിയാൽ ഞാൻ തിരികെ വരും എന്ന് യേശു പറയുകയുണ്ടായി. ഇത് പല പ്രാവശ്യം കേട്ട ശിഷ്യന്മാർക്ക് ഇനി അവർ കാത്തു നിൽക്കുന്നത് യേശു മരിക്കും എന്നുള്ളത് അവർക്ക് മനസ്സിലായി. ഇനി യേശു പോയതിനു ശേഷം തിരികെ വരുന്നത് എപ്പോഴാണ് എന്നുള്ളതിനെ കുറിച്ച് അവർക്കിടെ ഉള്ളിൽ കൗതുകം ഉണ്ടായപ്പോൾ, ജിജ്ഞാസ ഉണ്ടായപ്പോൾ അവർ ചോദിച്ചു, അതെപ്പോൾ സംഭവിക്കും? അപ്പോൾ നീ പറഞ്ഞ ഈ കാര്യം എപ്പോൾ സംഭവിക്കും? അടുത്ത് ചോദിക്കുകയാണ്, നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത്? അതിന്റെ സമയം എപ്പോഴാണെന്നല്ല ചോദിച്ചത്, അതിന്റെ തീയതി എപ്പോഴാണെന്നല്ല ചോദിച്ചത്. അത് ഞങ്ങൾ എങ്ങനെ മനസ്സിലാകും? നിന്റെ വരവ് നീ വരുന്നത് അടുത്തിരിക്കുന്നു, നീ പോകുമെന്ന് പറഞ്ഞു, നീ വരുമെന്നും പറഞ്ഞു, നിന്റെ വരവ് ഞങ്ങളെ എപ്പോഴറിയും എന്നുള്ളത് ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ യേശു അതിന് മറുപടിയായിട്ട് പല കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ആ അടയാളങ്ങൾ വേദപണ്ഡിതന്മാർ പല സെക്ഷനുകളായിട്ട് വിവരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വേദപുസ്തകത്തിൽ നിന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ആ നിലയിലാണ് ഞാൻ നിങ്ങളോട് ഇന്ന് തുടക്കമിടുന്നത്. അതിനെ രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക അടയാളങ്ങൾ എന്നുള്ളതും, അതുപോലെ ആത്മീയ ലോകത്ത് സംഭവിക്കാൻ പോകുന്ന അടയാളങ്ങൾ എന്താണെന്നുള്ളതും, പ്രകൃതിയിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ എന്താണെന്നുള്ളതിനെ കുറിച്ചും വേദപുസ്തകം എത്ര മനോഹരമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. 3 കാറ്റഗറീസ്, 3 തലങ്ങളിലൂടെ അത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു. ഒന്ന്, രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക മേഖലകളിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ. രണ്ടാമത്, പ്രകൃതിയിൽ വരുന്ന മാറ്റങ്ങൾ. 3, ആത്മീയ മേഖലകളിൽ, ആത്മീയ ലോകത്ത് സംഭവിക്കുന്ന മാറ്റങ്ങൾ. ഇങ്ങനെ 3 കാറ്റഗറൈസേഷനായിട്ട് കർത്താവിന്റെ വരവിന്റെ ആ അടയാളങ്ങൾ എന്തെല്ലാമാണെന്ന് വേദപുസ്തകം നമ്മളോട് പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട, നമ്മളുടെ ഉള്ളിൽ വരാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ നമ്മൾ വളരെ ശ്രദ്ധാലുക്കളായിരിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിട്ട് ഇന്ന് അതിന്റെ തുടക്കം മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ. നിങ്ങൾ ലൂക്കോസിന്റെ സുവിശേഷം
ലൂക്കോസിന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായം 26-ാമത്തെ വാക്യം വായിക്കുക. ഞാൻ ഒന്നുകൂടെ പറയാം. ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം 26-ാമത്തെ വാക്യം. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ നാളിലും ഉണ്ടാകും. നോഹ പെട്ടകത്തിൽ കടന്ന നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്നു. അവരെ എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെയും തന്നെ അവർ തിന്നും കുടിച്ചും വിറ്റും നട്ടും പണിതും പോന്നു. അപ്പോൾ യേശു ക്രിസ്തു അല്ലെങ്കിൽ മനുഷ്യപുത്രന്റെ നാൾ, ആ വരവിനോടനുബന്ധിച്ച് സമൂഹത്തിന് സംഭവിക്കുന്ന ഒരു മാറ്റമാണ് ഇവിടെ യേശു മുന്നറിയിപ്പായിട്ട് നൽകിയത്. 2 പഴയ നിയമ സംഭവങ്ങളെ യേശു ഉദാഹരണമായി എടുത്തു പറയുകയാണ്. ഒന്ന് പറയുകയാണ്, നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെയും ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെയും സാമൂഹിക വ്യവസ്ഥിതി അങ്ങനെയായി മാറും. നമ്മുടെ കർത്താവിന്റെ വരവാകുമ്പോഴത്തേക്കും നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് നോഹയുടെ കാലത്തും ലോത്തിന്റെ കാലത്തും ജനത്തിന്റെ ഇടയിൽ എന്താണോ എങ്ങനെയാണോ അവരുടെ സാമൂഹികമായിട്ടുള്ള ഒരു ചുറ്റുപാടായിത്തീർന്നത്, സമൂഹത്തിന്റെ മാനസികാവസ്ഥ എന്ന് നമുക്കതിനെ വിളിക്കാം. ഒരു സാമൂഹിക വ്യവസ്ഥിതി, ഒരു സാമൂഹികമായ മാനസികാവസ്ഥയിലേക്ക് സമൂഹം പോകും. അങ്ങനെ പറയുമ്പോൾ നോഹയുടെ കാലത്തും ലോത്തിന്റെ കാലത്തും സംഭവിച്ചത് എന്താണ്? നോഹയുടെ കാലത്ത് ദൈവം നോഹയിലൂടെ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, മനുഷ്യന്റെ പാപം വളരെയധികം അതിക്രമിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുക, ഒരു ജലപ്രളയം ഉണ്ടാകാൻ പോകുന്നു, ഇതാ ഞാനൊരു പെട്ടകം പണിയുന്നു, ആ പെട്ടകത്തിലേക്ക് നിങ്ങൾക്ക് വന്നു കയറിയാൽ വരാൻ പോകുന്ന ജലപ്രളയത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാം എന്നുള്ളതായിരുന്നു നോഹയുടെ കാലത്ത് നോഹ പ്രസംഗിച്ച സുവിശേഷം. ഒന്നുകൂടി പറയുന്നു, ഒരു ജലപ്രളയം വരാൻ പോകുന്നു, ദൈവം ജനത്തിന്റെ പാപത്തെ ശിക്ഷിക്കാൻ പോകുന്നു, പക്ഷെ നിങ്ങൾക്ക് മാനസാന്തരപ്പെടാനായിട്ട് അവസരമുണ്ട്. പാപത്തിൽ നിന്ന് രക്ഷപ്പെടാനും ആ പാപത്തിൽ നിന്ന് നിങ്ങൾ അനുദപിച്ച് മാനസാന്തരപ്പെട്ട് ഞാൻ ഈ പണിയുന്ന പെട്ടകത്തിലേക്ക് നിങ്ങൾക്ക് വന്ന് കയറിയാൽ നിങ്ങൾക്ക് രക്ഷയുണ്ട് എന്നുള്ളതുമാണ് നോഹയുടെ കാലത്ത് നോഹ പ്രസംഗിച്ച സുവിശേഷം. വേദപണ്ഡിതന്മാർ പറയുന്നു, നോഹ ഏകദേശം 120 വർഷം ഈ പ്രസംഗിച്ചുകൊണ്ട് നടന്നു. പക്ഷെ ഒരാൾ പോലും തൻ്റെ പ്രസംഗം കേട്ടില്ല. ദൈവം പറഞ്ഞു, സമയമായി, പെട്ടകത്തിലേക്ക് കയറുക, നീ കയറുക, മാത്രമല്ല കുറെ ജീവജാലങ്ങളെയും അതിലേക്ക് കയറ്റുക. മറ്റുള്ളവർക്കും ഈ മൃഗജാലങ്ങളും നോഹയും എല്ലാം പെട്ടകത്തിൽ കടക്കുന്നത് അവർക്ക് കാണാമായിരുന്നു, ഈ കാര്യങ്ങൾ അവർക്ക് അറിയാമായിരുന്നു. പക്ഷേ അതാരും കണക്കാക്കിയില്ല. വട്ടനായ ഒരു നീതിപ്രസംഗിയായ നോഹ എന്നാണ് അവര് ഒരു ചുമ്മാ പ്രസംഗിച്ചു നടക്കുന്ന ഒരു മനുഷ്യൻ, ഒരു ഉപദേശി എന്ന നിലയിൽ അവരെല്ലാം നോഹയെ കളിയാക്കി. നോഹയും കുടുംബവും പെട്ടകത്തിൽ കയറുന്നു. ദൈവം പറഞ്ഞ നിലയിലുള്ള മൃഗജാലങ്ങളും ആ പെട്ടകത്തിലേക്ക് പ്രവേശിക്കുന്നു. വേദപുസ്തകം ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നു, ദൈവം പെട്ടകത്തിന്റെ വാതിൽ അടച്ചു. ഭൂമിയിൽ മഴ പെയ്യാൻ തുടങ്ങി. 40 രാവും 40 പകലും നിൽക്കാതെ മഴ പെയ്യുന്നു. ആഴികളെല്ലാം തുറക്കുന്നു. ജലപ്രളയം ഉണ്ടാകുന്നു. ലോകം ഇതുവരെ കാണാത്ത വിധത്തിലുള്ള ഒരു വലിയ പ്രളയം സംഭവിക്കുകയും എല്ലാവരും ആ ദൈവിക ന്യായവിധിയിൽ തീരുകയും ചെയ്യുന്നു. അപ്പോൾ അവിടേക്ക് ഞാൻ പോകുന്നില്ല. ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഒരു പാഠം ഉൾക്കൊണ്ടുകൊണ്ട് കർത്താവ് പറയുകയാണ്, നോഹയുടെ കാലഘട്ടത്തിൽ സംഭവിച്ചതുപോലെ സംഭവിക്കും. എന്താ നോഹയുടെ കാലഘട്ടത്തിൽ സംഭവിച്ചത്? അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. നോഹ പ്രസംഗിച്ചു, ഇന്ന് ന്യായവിധി വരാൻ പോകുന്നു, പെട്ടകത്തിൽ കയറൂ, രക്ഷപ്പെടൂ എന്നുള്ള പ്രസംഗം. പക്ഷെ ജനം എന്താ ചെയ്തത്? അവര് വിവാഹം കഴിച്ചും, അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? നോഹയുടെ കാലത്ത് സംഭവിച്ചത് തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോകും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പല നിലകളിൽ അതിനെ നമുക്ക് വായിച്ചെടുക്കാം. ജനത്തിന് ഈ സന്ദേശങ്ങളൊന്നും പ്രധാനപ്പെട്ടതായിരുന്നില്ല. അവർ വളരെ കാഷ്വലായിട്ട് തങ്ങൾ പോവുകയാണ്.
അവരിതിനെ കുറിച്ച് ബോധവാന്മാരേ അല്ല. അവരിങ്ങനെ ഒരു കാര്യം വരാൻ പോകുന്നു എന്നും ഇങ്ങനത്തെ ഒരു പ്രസംഗം ഒരു ഉപദേശി അവിടെ നിന്ന് പ്രസംഗിക്കുന്നുണ്ടെന്നും ഈ വിധത്തിലുള്ള സന്ദേശം പറയുന്നുണ്ട്. ആ പുള്ളിക്കാരത് വട്ടാണെന്നും പറഞ്ഞ് അദ്ദേഹത്തിന് ഏതോ ഒരു എന്താ പറയുക അല്പം ലൂസുള്ള ഒരു മനുഷ്യനാണ് എന്നൊക്കെ പറഞ്ഞ് അവരൊക്കെ അവരുടേതായ നിലയിൽ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോകുന്നു. ഇതൊരു പ്രയോഗമായിട്ട് എടുക്കാം. ഒരു പ്രയോഗം എന്ന നിലയിൽ എടുത്താൽ ഒരു സാധാരണ ജീവിതമൊക്കെ ഇങ്ങനെ നയിച്ചാൽ എല്ലാം ഇങ്ങനെ പോകല്ലേ. രാവിലെ എഴുന്നേൽക്കുന്നു, കുളിക്കുന്നു, ഡ്രസ് ചെയ്യുന്നു, ഓഫീസിൽ പോകുന്നു, ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുന്നു, കുക്ക് ചെയ്യുന്നു, പിന്നെ കഴിക്കുന്നു, കടന്നുറങ്ങുന്നു. വളരെ നോർമലായിട്ട് കാര്യങ്ങൾ പോവുകയാണ്. ഇനി മറ്റൊരു രീതിയിലൂടെ പറഞ്ഞാൽ മനുഷ്യന് ഇന്നത്തെ താല്പര്യം എന്താണെന്ന് അറിയാമോ? ഇന്ന് മനുഷ്യന്റെ ഏറ്റവും താല്പര്യം ഈ ആരാധന കഴിയുമ്പോൾ ചിലരുടെ താല്പര്യം ഹോട്ടലിൽ പോയാലോ. ഇപ്പം തന്നെ ഇരുന്ന് ചിന്തിക്കുന്നത് വീട്ടിൽ ചെന്നിട്ട് എന്നാ കറി ഉണ്ടാക്കുന്നത്. ഞാൻ ഒരു കറി ഉണ്ടാക്കിയിട്ടില്ല. പാസ്റ്റ് എത്രയും പെട്ടെന്ന് പ്രസംഗം നിർത്തിയിട്ട് വേണം ചെന്നിട്ട് കറി ഉണ്ടാക്കിയിട്ട് ഭക്ഷണം കഴിക്കാം. ചിലർ ചിന്തിച്ചുകൊണ്ടിരിക്കണം അതാണ്. ചിലർ ചിന്തിക്കുന്നത് നാളെ അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം ബർത്ത്ഡേ ആണ്, ഏത് ഹോട്ടലിൽ നമുക്ക് പോയി ഭക്ഷണം കഴിക്കാമെന്നുള്ളതാണ്. നിങ്ങളിനി നിങ്ങൾ ഇവിടെ തന്നെ ഇറങ്ങിയിട്ട് നിങ്ങൾ ഈ ചുറ്റുപാടുകളിലേക്കൊന്ന് നോക്കുക. ഇവിടുത്തെ ഏറ്റവും കൂടുതൽ കടകൾ എന്താണെന്ന് നിങ്ങൾ നോക്കുക. നിങ്ങളും ഞാനും ഒരു 10 വർഷം മുമ്പ് കണ്ടതിനേക്കാൾ അധികം ഹോട്ടലുകളുടെ എണ്ണം പെരുകിയിട്ടില്ല. നമുക്കിപ്പോൾ ഏത് ഹോട്ടലിൽ കയറണം, ഏത് ഭക്ഷണം കഴിക്കണം എന്നുള്ളതാണ്. നമ്മൾ പുറത്തിറങ്ങിയാൽ ചിന്തിക്കുന്നത് ആദ്യം നൈറ്റ് ഷെഫിൽ പോണോ, അതോ പാതിരാക്കോഴി പോണോ, അതോ അറേബ്യൻ കട റിയൽ അറേബ്യയിൽ പോണോ, അതോ ഇനി മസാഫി പോണോ. ഞാൻ കേട്ടിട്ടില്ല. ഓക്കെ, പിന്നെ ഏതാണ് ഇങ്ങനെ നമുക്ക് കടകളുടെയും റെസ്റ്റോറൻറ്റുകളുടെയും പേരുകൾ നമ്മൾ കാണാതെ പഠിച്ചു വെക്കുന്നു. അവിടുത്തെ രുചികളെല്ലാം നമുക്ക് നന്നായിട്ട് അറിയാം അല്ലേ? ഞാൻ പറഞ്ഞത് അത് തെറ്റാണെന്നല്ല, നമുക്ക് ഭക്ഷണം കഴിക്കണം. പക്ഷെ ഇന്നത്തെ സമൂഹത്തിന്റെ മാനസികാവസ്ഥ എന്താണ്? ഈ റഷ്യ യുക്രൈൻ യുദ്ധം അവരെന്താന്ന് വെച്ചാൽ അടിക്കുകയോ തൊഴിക്കുകയോ ബോംബിടുകയോ തല്ലുകയോ നമുക്കെന്ത് കഴിക്കാം, അതാണ് ഇപ്പം എൻ്റെ ചിന്ത. അത്രേ ഉള്ളൂ. ഓക്കെ, നമ്മുടെ കാര്യം എന്താണെന്ന് അന്വേഷിച്ച് പോകാം. അവരവിടെ അടിക്കുകയോ തൊഴിക്കുകയോ എന്താണെന്ന് ചെയ്യട്ടെ. ഇത്രയും ലാഘവത്തോടെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇത്രയും ലാഘവത്തോടെയാണ്. റഷ്യയും യുക്രൈനും നമ്മുടെ യുദ്ധം നമ്മളെ ഇതുവരെയും ബാധിച്ചിട്ടില്ല. ഇതുവരെ ഒന്നും ബാധിച്ചിട്ടില്ല. ആകെ ഇത്തിരി എങ്ങാനും ബാധിച്ചിട്ടുണ്ടെങ്കിൽ ആ തിരികെ വന്ന പിള്ളേരുടെ വീട്ടുകാർക്ക് ഇച്ചിരി മാനസിക സംഘർഷം വേദനയും പ്രയാസം ഉണ്ടായിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. ഓക്കെ, ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചെങ്കിലും ബാധിച്ചു. അത് അവരെയും മാത്രമേ ബാധിക്കുള്ളൂ. ഇനി നമുക്ക് അത് വലിയ ബാധയുണ്ട്. നമ്മളവർക്ക് ആണോ ഞങ്ങൾ പ്രാർത്ഥിക്കാട്ടോ, ഇത്രയൊക്കെ ആവുള്ളൂ. വലിയ മാനസിക ദുഃഖമൊന്നും ആർക്കൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. കർത്താവ് പറഞ്ഞു, മനുഷ്യപുത്രന്റെ നാൾ വരുമ്പോൾ നോഹയുടെ കാലം പോലെ നമ്മുടെ സാമൂഹിക വ്യവസ്ഥിതികളിൽ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. നമ്മൾ ഇന്നും പറയുന്നത് എന്താ? ജിജിയുടെ വിവാഹത്തെ കുറിച്ച് ചിന്തിച്ചിരിക്കണം. വിവാഹം അല്ലേ, വിവാഹം കഴിക്കണ്ടാന്നോ, വിവാഹത്തിന് കൊടുക്കണ്ടാന്നോ, ഇതൊന്നും അല്ല അതിൻ്റെ അർത്ഥം. പ്രയോഗത്തിന്റെ അർത്ഥം ജനം വളരെ ലാഘവത്തോടെ സർവ്വസാധാരണത്തോടെ ഇങ്ങനെ പോകും. ഇനി ലോത്തിന്റെ കാലത്ത് സംഭവിച്ചത് എന്താണ്? വിറ്റും നട്ടും തിന്നും കുടിച്ചും ഇങ്ങനെയൊക്കെ പോകുന്നത് പണിതൊക്കെ ആയിട്ട് അവരിവിടെ പോവുകയാണ്. ജനം വളരെ കാഷ്വലായിട്ട് പോകുന്ന ഒരു പ്രവണത സമൂഹത്തിൽ വരുന്നു. അങ്ങനെ ഞാൻ ഈ വാക്യം പറഞ്ഞതിന്റെ കാരണം അങ്ങനെ ഒരു ലാഘവ ബുദ്ധി നമുക്കുണ്ടാകാതിരിക്കാൻ ശ്രദ്ധിച്ചോളണം. കാലത്തിന്റെ ലോകത്തിന്റെ ചുവരെഴുത്തുകൾ നമ്മൾ വായിച്ചോളണം. നമ്മൾ നോക്കിയേ, ലോകം ഒരു മഹാമാരിയിൽ നിന്ന്, ഒരു വലിയ രോഗത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നിട്ടില്ല. ഇപ്പോഴും അതിൻ്റെ പിടിയിലാണ് ലോകരാജ്യങ്ങൾ കിടക്കുന്നത്. അതിൻ്റെ എല്ലാം ആലസ്യത്തിൽ നിന്ന് നാം ഉണരുന്നതിന് മുമ്പേ തന്നെ അതിൻ്റെ പിടിയിൽ അമർന്ന് കിടന്നിട്ട് നമ്മളൊന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഉള്ളിൽ തന്നെ മറ്റൊരു ദുരന്തം ലോകത്തെ ഇപ്പോൾ ബാധിച്ചിരിക്കുകയാണ്. റഷ്യ യുക്രൈൻ യുദ്ധം. നമ്മൾ വിചാരിക്കരുത് അത് അവർ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധമല്ലേ, നമ്മളെ അതെന്ത് ബാധിക്കുമെന്ന്. ഇതങ്ങ് നീങ്ങട്ടെ, നമ്മളെ ബാധിക്കുകയില്ലയോ എന്ന് പറഞ്ഞു കാണാൻ നോക്കും. നമ്മളെ ഇത് ബാധിക്കുകയോ ഇല്ലയോ എന്ന് കാണാം. പ്രിയപ്പെട്ടവരെ, ലോകം ഇന്നൊരു ഗ്ലോബൽ വില്ലേജായിട്ട് മാറിയിരിക്കുകയാണ്. ഒരു ചെറിയ ഗ്രാമമായിട്ട് മാറിയിരിക്കുകയാണ്. ലോകത്തിന്റെ ഏത് മുക്കിലും മൂലയിലും നടക്കുന്ന ഒരു സംഭവം അത് എന്നെയും നിങ്ങളെയും ബാധിക്കും എന്നുള്ളത് നാം അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് നാം എത്തിയിരിക്കുകയാണ്.
ഇപ്പോൾ തന്നെ ആഫ്രിക്കയിൽ ഇന്നത്തെ മനോരമ പത്രത്തിൽ നിങ്ങൾ വായിച്ചാൽ അറിയാം, ആഫ്രിക്കയിലെ കെനിയ, അതുപോലെ ചെറിയ ചില രാജ്യങ്ങളുണ്ട്. ഈ രാജ്യങ്ങളെല്ലാം കടുത്ത ഭക്ഷ്യക്ഷാമത്തിലേക്ക് വന്നു കഴിഞ്ഞു. നമുക്ക് അജീഷിനെ ഓർത്ത് പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. എന്താ ഭക്ഷ്യക്ഷാമത്തിന് വരാൻ കാരണം? അവർക്ക് കിട്ടുന്ന 80% ആഹാര സാധനങ്ങളും ഇറക്കുമതി ചെയ്യുന്നതാണ്. അതിൽ ബഹുഭൂരിപക്ഷം ആഹാര സാധനങ്ങൾ വരുന്നത് റഷ്യയിൽ നിന്നും യുക്രൈനിൽ നിന്നുമാണ് ഈ രാജ്യങ്ങളിലേക്ക് വരുന്നത്. ആഫ്രിക്കയിലെ പല രാജ്യങ്ങളിലേക്കും വരുന്ന ആഹാരങ്ങൾ 80% ഇറക്കുമതി ചെയ്തതാണ്. അതിൽ നല്ലൊരു ശതമാനം ഇറക്കുമതി വരുന്നത് റഷ്യയിൽ നിന്നും യുക്രൈനിൽ നിന്നുമാണ്. അവിടെ നിന്നുള്ള ഗോതമ്പ് ഉൽപ്പന്നങ്ങൾ, മറ്റു ഭക്ഷ്യസാധനങ്ങളൊക്കെയാണ് ഇറക്കുമതി ചെയ്യുന്നത്. നമുക്കറിയാം, ലോകരാജ്യങ്ങൾ റഷ്യക്ക് ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇറക്കുമതി ചെയ്യാനോ കയറ്റുമതി ചെയ്യാനോ കഴിയാത്ത വിധത്തിൽ ആ രാജ്യം ഉപരോധിക്കപ്പെട്ടിരിക്കുകയാണ്, അടച്ചിരിക്കുകയാണ്. ആ രാജ്യത്തെ പൗരന്മാർക്ക് മറ്റൊരിടത്തേക്ക് പോകാനോ അവിടേക്ക് ചെല്ലാനോ കഴിയാത്ത വിധത്തിൽ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മെ ബാധിക്കുമോ? ഇന്ത്യ ഇപ്പോൾ ഇങ്ങനെ ഒരു അകലം പാലിച്ചു നിൽക്കുകയാണ്. ചേരിചേരാ നയം എന്ന് പറയുന്ന ഒരു നയം നമുക്ക് ഉണ്ട്. ഈ നയത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ യുക്രൈന്റെ പക്ഷത്ത് ചേർന്നിട്ടില്ല, റഷ്യയുടെ പക്ഷത്ത് ചേർന്നിട്ടില്ല. ഇന്ത്യ ഇപ്പോഴും പറയുകയാണ് യുദ്ധം അവസാനിപ്പിക്കണം, വെടി നിർത്തണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതെന്താ കാരണം എന്ന് നിങ്ങൾക്കറിയോ? നമ്മുടെ പല വെടിക്കോപ്പുകളും യുദ്ധോപകരണങ്ങളും നമ്മൾ വാങ്ങിയിരിക്കുന്നത് റഷ്യയിൽ നിന്നാണ്. നമ്മൾ റഷ്യക്കെതിരെയായിട്ട് നമ്മുടെ പ്രധാനമന്ത്രിയോ നമ്മുടെ ഉദ്യോഗസ്ഥന്മാരോ എന്തെങ്കിലും പറഞ്ഞാൽ, നമ്മളിവിടെ ഉപയോഗിക്കുന്ന MiG-21, നമ്മളിവിടെ ഉപയോഗിക്കുന്ന പല യുദ്ധോപകരണങ്ങളും അത് പിന്നെ റഷ്യ തടയുകയും അതിൻ്റെ സ്പെയർ പാർട്സ് കിട്ടാതെ ആവുകയും ചെയ്യും. അതിൻ്റെ സ്പെയർ പാർട്സ് കിട്ടാതെ ആയാൽ, അതിൻ്റെ സർവീസുകൾ നമുക്ക് കിട്ടാതെ ആയാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ഉപകരണങ്ങൾ കൊണ്ട് ഒരു ഗുണവും ഉണ്ടാകില്ല. അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത്? നമ്മുടെ ശത്രു രാജ്യമായ അപ്പുറത്ത് കിടക്കുന്ന പാകിസ്ഥാന് നമ്മൾക്കിടെ സ്ഥിതി മനസ്സിലാക്കുകയും ഏത് നിമിഷവും ചൈനയ്ക്കും പാകിസ്ഥാനും നമ്മെ ഉപദ്രവിക്കാനായിട്ടും കഴിയുകയും ചെയ്യും. പിന്നെ ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മളെല്ലാം ഇത് കണക്റ്റഡ് ആണ്. ഓക്കെ, നമ്മുടെ രാജ്യത്തേക്ക് പല സാധനങ്ങൾ വരുന്നു, ഭക്ഷ്യസാധനങ്ങൾ, സാങ്കേതിക വിദ്യകൾ, മറ്റു ഉപകരണങ്ങൾ. ഇതെല്ലാം നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്നതല്ല, ഇതെല്ലാം മറ്റ് രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് വരുന്നതാണ്. ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ ഇതെല്ലാം നമ്മളെ ബാധിക്കും. അപ്പൊ കർത്താവ് പറയുകയാണ്, ഞാൻ വരാറാകുമ്പോഴത്തേക്കും പല അടയാളങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. നമുക്ക് ഈ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിലേക്ക് പോകാം. അവിടുത്തെ 1-2 കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ അടുത്ത ആഴ്ച ചിന്തിക്കാം. അതിനിടയിൽ നിങ്ങൾ ചിന്തിക്കേണ്ടത്, വായിക്കേണ്ടത് മത്തായിയുടെ സുവിശേഷം 24-25 ലൂക്കോസിന്റെ സുവിശേഷം 17-ഉം 21-ഉം അധ്യായങ്ങളൊക്കെ നിങ്ങൾ വീട്ടിൽ പോയിരുന്ന് വായിക്കണം. ഓക്കെ, കഴിയുമെങ്കിൽ വെളിപ്പാട് പുസ്തകം ഒന്ന് വെറുതെയെങ്കിലും ഒന്ന് വായിച്ചു നോക്കണം. ദാനിയേലിന്റെ പ്രവചന പുസ്തകം നിങ്ങൾ വായിക്കണം. ഞാൻ ഈ പറയുന്നതൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വരുന്നുണ്ടോ? മത്തായിയുടെ സുവിശേഷം 24-25, ലൂക്കോസിന്റെ സുവിശേഷം 17 മുതൽ 21 വരെയുള്ള അധ്യായങ്ങൾ, ദാനിയേലിന്റെ പുസ്തകം മുഴുവൻ വായിക്കണം. കഴിയുമെങ്കിൽ വെളിപ്പാട് പുസ്തകം ഒന്ന് വായിക്കണം. നിങ്ങൾക്ക് മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും യെഹെസ്കേലിന്റെ പുസ്തകം 38-39 അധ്യായങ്ങൾ വായിക്കണം. യെഹെസ്കേലിന്റെ പുസ്തകം 38-39 അധ്യായങ്ങൾ ഇന്നത്തെ റഷ്യയുടെ ഭാവിയെ കുറിച്ച് പറയുന്ന കാര്യമാണ്. ഓക്കെ, ഈ ക്ലാസ് കൊണ്ട് ബോധക്കേടുകളായിട്ട് സംസാരിക്കണതാണ്? അല്ല. അതാ പറഞ്ഞത്, നാളെ എന്തായിരിക്കുമെന്ന് വേദപുസ്തകം വളരെ കൃത്യമായിട്ട് പറയുന്നു. അതുകൊണ്ടാണ് ഈ തൻ്റെ ഇടത്തോടെ വിളിച്ചു പറയുന്നത്. റെക്കോർഡ് ചെയ്ത് നമുക്ക് സൂക്ഷിക്കാം. ഇതുപോലെ ഇത്ര കൃത്യമായിട്ട് ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോഴാണ് മറ്റുള്ളവർക്ക് ഇത്ര ദേഷ്യം നമ്മളോട് തോന്നുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. മത്തായിയുടെ സുവിശേഷം ഇത് ഇന്നലെ എഴുതി വെച്ച വാക്കല്ല, ഇത് 2022 ഇത് രേഖപ്പെടുത്തിയത് AD 1-ാം നൂറ്റാണ്ടിലാണ്. ഇത് രേഖപ്പെടുത്തിയത് AD 1-ലാണ്. നിങ്ങൾ നോക്കിയേ, 5-ാമത്തെ വാക്യം. ഞാൻ മത്തായിയുടെ സുവിശേഷം 24-5, ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എൻ്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും. അത് നമുക്ക് പിന്നാലെ ചിന്തിക്കാതെ മറ്റൊരു ഭാഗമാണ്. അതിനടുത്തത്, നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. ഓക്കെ, ചഞ്ചലപ്പെടാതിരിക്കുവാൻ സൂക്ഷിച്ചോളുവിൻ, അത് സംഭവിക്കേണ്ടതാകുന്നു.
എന്നാൽ അത് അവസാനമല്ല. അപ്പോഴും അവസാനം ഒന്നും വിചാരിക്കേണ്ട. പക്ഷെ എന്താണ്? തുടക്കമായി. ഓക്കെ, നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. നമുക്ക് ഇന്ന് ലോകത്തിൽ എത്രയോ രാജ്യങ്ങളെ ടെൻഷനിൽ കഴിയണമെന്നറിയാമോ? ഇന്ത്യ, പാകിസ്ഥാൻ, ചൈന, നമ്മളൊരു ടെൻഷനിലാണ് കഴിയുന്നത്. ഓക്കെ, റഷ്യയും യുക്രൈനും പോളണ്ടും ഇനി ഒക്കെ ടെൻഷനിൽ ആയിരിക്കുകയാണ്. അമേരിക്കയും മറ്റു പല ലോകരാജ്യങ്ങളും തമ്മിൽ ടെൻഷനിലാണ്. ഇസ്രായേലും പാലസ്തീനും തമ്മിൽ പ്രശ്നമാണ്. ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ഉള്ളിൽ വലിയ ആഭ്യന്തര കലാപങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചൈനയും തായ്വാനും തമ്മിൽ ഇനി സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ റഷ്യയുടെ ഈ പ്രവണതയുണ്ടല്ലോ. റഷ്യ എടുത്തിയാടി ഈ യുദ്ധം ചെയ്തപ്പോൾ ഇപ്പൊ ലോകത്തിന്റെ വമ്പൻ ശക്തികളെല്ലാം മിണ്ടാതിരിക്കുകയാണ്, തൊടാൻ പേടിയായിട്ടിരിക്കുകയാണ്. അപ്പൊ ഇവരെല്ലാം ഈ പേടിച്ച് നിൽക്കണ, ഈ ഞങ്ങൾ എന്തെങ്കിലും ചെയ്താൽ മറ്റവൻ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള പേടി കൊണ്ട് നിൽക്കുന്ന കുറച്ച് രാജ്യങ്ങളുണ്ടായിരുന്നു. ഇപ്പൊ അവർക്ക് മനസ്സിലായി റഷ്യ ഇത് ചെയ്തപ്പോൾ അവരൊന്നും അനങ്ങിയില്ല, അവരെല്ലാം അനങ്ങിയിട്ടില്ലല്ലോ എന്നുള്ളത് അവർക്കൊരു പാഠമായിട്ട് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകന്മാർ ചിന്തിക്കുന്ന ഒന്നുണ്ട്. അടുത്ത മറ്റൊരു യുദ്ധം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചൈന നാളുകളായിട്ട് ആവശ്യപ്പെടുകയാണ് തായ്വാൻ എന്ന് പറയുന്ന രാജ്യം ചൈനയുടെ ഭാഗമാകണമെന്ന്. ഓക്കെ, അപ്പോൾ ഏത് സമയത്തും ചൈന തായ്വാനിലേക്ക് ഒരു ആക്രമണം അഴിച്ചു വിട്ടുകൂടായില്ല. ചൈന നമ്മുടെ ഇന്ത്യയുടെ അരുണാചൽ പ്രദേശിനെ അവകാശമായിട്ട് പറഞ്ഞ് അതിലേക്ക് അതിക്രമിച്ചു കയറിക്കൂടാകിയില്ല. പാകിസ്ഥാൻ അവരുടെ ആക്രമണത്തിന്റെ മൂർച്ച കൂട്ടിക്കൂടാകിയില്ല. കാശ്മീരിന് വേണ്ടി റഷ്യ ഉക്രൈനിന് വേണ്ടി വാദിക്കുന്നത് പോലെ ഈ രാജ്യങ്ങളെല്ലാം അവകാശപ്പെടുന്നു. പാലസ്തീൻ അവര് ഇസ്രായേലിന് വേണ്ടി വാദിക്കുകയും യെരുശലേമിന് വേണ്ടി വാദിക്കുകയും മറ്റൊരു യുദ്ധം അത് നിങ്ങൾക്ക് ഇനി കാണാം. നോക്കിക്കോ, ഏപ്രിൽ മാസത്തോടുകൂടി ഞാൻ കണക്ക് കൂട്ടുന്നു, ഞാൻ പ്രവചിക്കുകയല്ല. സാധാരണ നമ്മൾ ചരിത്രം വായിക്കുമ്പോൾ കാണാവുന്ന ഒരു കാര്യമുണ്ട്, സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു ഏപ്രിൽ മാസത്തോടുകൂടി നമുക്ക് ഇസ്രായേൽ പാലസ്തീൻ സംഘർഷം വീണ്ടും ആരംഭിക്കും. ഇപ്പോൾ അത് ശാന്തമായിട്ടിരിക്കുകയല്ലേ, അത് സ്വാഭാവികമാണ്. പക്ഷേ ഏപ്രിൽ മാസത്തിൽ അത് വീണ്ടും തുടങ്ങാൻ സാധ്യതകൾ വളരെ കൂടുതലാണ്. കാലത്തിന്റെ കണക്ക് വെച്ചിട്ട് ഞാനതിപ്പോൾ അങ്ങോട്ട് പരസ്യമായിട്ട് പറയുന്നില്ല എന്തുകൊണ്ടായിരിക്കും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നു യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്കും. ഇനി 7-ാമത്തെ വാക്യം, ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും, ക്ഷാമവും ഭൂകമ്പവും അവിടവിടെ ഉണ്ടാകും. യുദ്ധങ്ങൾ വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമാണ് ക്ഷാമം ഉണ്ടാകുക എന്നുള്ളത്. രാജ്യം രാജ്യത്തോട് എതിർക്കും എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ ഉള്ളിൽ തന്നെ ആഭ്യന്തര കലാപങ്ങൾ ഉണ്ടാകും. ക്ഷാമവും ഭൂകമ്പവും അവിടെ ഇവിടെ ഉണ്ടാകും. അപ്പൊ ഇന്ന് ഞാൻ അത്രയും പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇത് ധാരാളമായിട്ട് വിശദീകരിക്കേണ്ട ഒത്തിരി ഭാഗമുണ്ട്. അതിനുള്ള സമയത്തിലേക്ക് ഞാൻ പോകുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം കേൾക്കുമ്പോൾ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നു എന്ന് ഓർക്കുക. നിങ്ങൾ അറിയുക, നിങ്ങൾ ഇവിടെ നിന്ന് പറന്നുയരാൻ സമയമായിരിക്കുന്നു എന്നറിയുക. കർത്താവ് വരാറായിരിക്കുന്നു എന്നുള്ളത് തിരിച്ചറിയുക. നോഹയുടെ കാലത്തെ പോലെ നമുക്ക് സംഭവിക്കാതിരിക്കാൻ, നമ്മുടെ ആളുകൾക്ക് സംഭവിക്കാതിരിക്കാൻ നമ്മൾ ജാഗ്രതയുള്ളവരായി മാറുക. കർത്താവിൻ്റെ വരവിൻ്റെ പ്രത്യാശ കൈവിടാതിരിക്കുക. നമ്മൾ ഈ നോർമൽ കാര്യങ്ങൾ ചെയ്തു പോകുമ്പോൾ ക്രിസ്തുവിലുള്ള നമ്മുടെ പ്രത്യാശയെ നമ്മൾ കൈവിടാതിരിക്കുക. നമുക്കിതെല്ലാം സംഭവിക്കണം. നമുക്ക് വീട് പണിയണം, നമുക്ക് കല്യാണങ്ങൾ നടക്കണം, നമുക്ക് പല കാര്യങ്ങൾ നടക്കണം. അതെല്ലാം നടന്നോട്ടെ, അതെല്ലാം നിങ്ങൾ ചെയ്യുക, അതിനെല്ലാം സമയങ്ങൾ കണ്ടെത്തിക്കൊള്ളുക. പക്ഷേ ക്രിസ്തുവിലുള്ള പ്രത്യാശ അത് കൈവിടാതിരിക്കുക. ആ ബോധം നമ്മളിൽ നിന്ന് നഷ്ടപ്പെടാതിരിക്കുക. തിരുവചനത്തെ നിങ്ങൾ ധ്യാനിക്കുക, അത് ചേർത്ത് പിടിക്കുക. നമ്മളിലുള്ള പ്രത്യാശ വർദ്ധിക്കുവാനായിട്ടിടയാകും. കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുക. കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മെ തന്നെ ഒരുക്കുക. വിശുദ്ധിയോടെ ജീവിക്കുക, വേർപാടോടെ ജീവിക്കുക, ദൈവസ്നേഹത്തിലും ദൈവഭയത്തിലും ജീവിക്കുക. അതാണ് ദൈവസഭ ചെയ്യേണ്ടത്. നമ്മളൊരു ആലസ്യത്തിൽപ്പെട്ടു പോകാതെ, മറ്റുള്ളവരായിരിക്കുന്നത് പോലെ ഇങ്ങനെ ഒരു ആലസ്യത്തിൽ അകപ്പെട്ട് നമ്മൾ ജീവിക്കാതെ ഉണർന്ന് ജാഗ്രതയുള്ളവരായിട്ട് ജീവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം.